അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സയ്യിദ് നബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ 14 ലക്ഷം രൂപയ്ക്ക് 2 നില വീടാണ്. 14 ലക്ഷം രൂപയ്ക്ക് 2 നില വീടാണ് മലപ്പുറം ജില്ലയിൽ. എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് മലപ്പുറത്ത് പെരിന്തൽമണ്ണക്ക് വരുന്ന വഴിയിൽ വരാം. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ കോട്ടക്കൽ റോഡിനും പോവുക. 2 വഴികളുണ്ട്. ഇത് പെരിന്തൽമണ്ണ ടൗൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് നമുക്കിന്ന് കാണാനുള്ള പ്രോപ്പർട്ടി. വെറും 14 ലക്ഷം രൂപയ്ക്കാണ് ആ 2 നില വീട് തരാൻ പോകുന്നത്. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബർ ചെയ്തിട്ട് ഗ്രൂപ്പുകൾ കൂടെ ഷെയർ ചെയ്യുന്ന 5 പേർക്ക് നല്ല സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബർ ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ബിസ്മി റിലേഷന്റെ ഓഫീസ് നമ്പറിൽ അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് 5 പേർക്ക് സമ്മാനം കൊടുക്കുന്നത് ക്യാഷ് ആണ് കേട്ടോ. ക്യാഷ് ആണ് കൊടുക്കുന്നത്. 5 പേർക്ക് ക്യാഷ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ 5 സമ്മാനങ്ങൾ ആരുടെ നമുക്ക് തെരഞ്ഞെടുക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? സബ്സ്ക്രൈബർ ആവണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിൽ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും 5 പേർക്ക് ക്യാഷ് കൊടുക്കാൻ പോവാണ് കേട്ടോ. 5 പേർക്ക് നല്ല അടിപൊളി ക്യാഷ് സമ്മാനമാണ്. ഈ സബ്സ്ക്രൈബർ ചെയ്യുന്നവർക്ക് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം ജില്ലയിൽ ഷെയർ ചെയ്യുന്നവർക്ക്, മലപ്പുറം ജില്ലയിൽ നല്ല മൊത്തം ഷെയർ ചെയ്യുന്നവർക്ക്, കാരണം മലപ്പുറം ജില്ലയിൽ 2 നില വീട് 14 ലക്ഷം റുപ്യക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങളെ 5 പേരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 5 പേർക്ക് വരുന്നത് ക്യാഷ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പങ്കാളികളാകുക. അപ്പൊ ഇത് പെരിന്തൽമണ്ണ ടൗൺ ആണ്. അപ്പൊ ഈ ടൗണിന്റെ പരിസരത്ത് തന്നെയാണ് നമ്മുടെ വീട്. അധികം ദൂരമൊന്നുമില്ല. ഇതില് തിരൂർക്കാട്ട് നിന്ന് അങ്ങോട്ടും വഴിയുണ്ട്. അതുപോലെ തന്നെ കോട്ടക്കൽ റോഡിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് ഈ വീട്ടിലേക്ക് എൻട്രൻസിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികൾ, എന്താണ് വൈപ്പാർന്ന് വരുന്ന സ്ഥലത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. ഈ കാണുന്ന തെങ്ങുണ്ടല്ലോ, 5, 6, 7 തെങ്ങുണ്ട്. ഓപ്പൺ കിണറുണ്ട്. ഈ പോണ വഴിക്ക് തന്നെ നമ്മൾ ഈ വീടിന്റെ തൊട്ട് തന്നെയാണ്. നമുക്ക് ഒരു വീടും കൂടെ കൊടുക്കാണ്ട്. പക്ഷെ അതിന്റെ ഫുള്ള് വീഡിയോസ് ഇപ്പൊ എടുക്കുന്നില്ല. എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ കാണുന്ന ഒരു വീടും കൂടെ നമുക്കിതിൽ കൊടുക്കാനുള്ള വീടാണ്. പക്ഷെ അതിന്റെ ഫുള്ള് വീഡിയോസ് ഇപ്പൊ എടുക്കുന്നില്ല. അതൊരു 1400, 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മളിപ്പോ 14 ലക്ഷം ഉറുപ്പിയുടെ വീട് പോസ്റ്റ് ചെയ്യണ അതിന്റെ തൊട്ട് തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ. അതൊരു 30 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റും 6 സെന്റ് സ്ഥലവും ആ വീടും പാടെ 2 നിലയിലുള്ളത്. അപ്പൊ അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട് അതാണ്, അത് കാണാം കേട്ടോ. ഇത് രണ്ടും കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ വഴിപ്പാറയിൽ നിന്ന് വരുന്ന റോഡാണ് ഇത്. എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട്. 4 വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് മലപ്പുറം ജില്ലയിൽ കേട്ടോ. വഴിപ്പാറയിൽ നിന്ന് 700 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ തിരൂർക്കാട് എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലാണ് തിരൂർക്കാട്. അവിടേക്ക് ഇവിടുന്ന് ദൂരം 2 കിലോമീറ്റർ ആണ്. എല്ലാ വാഹനത്തിനും വരാം. 4 വീടുകളുണ്ട്. എല്ലാം നോക്കുക, 4 നോക്കട്ടോ. വീടിന്റെ 4 നോക്കുക കേട്ടോ. 2 നിലയാണ്. 3 ബെഡ്റൂം ഉണ്ട്. സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ നല്ലൊരു വീടാണ് കേട്ടോ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഒക്കെ വളരെ കറക്റ്റ് ആണ്. നമ്മുടെ ഓളോ ബ്രിക്സോണും അതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിന്റെ പുറമെ നിങ്ങൾക്ക് വാഹനം നിർത്താനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. കാർ പോർച്ച് കേട്ടോ. ഒന്ന് കെട്ടുകൊണ്ടു വാഹനം നിർത്താനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിന്റെ സൗകര്യം കുഴൽ കിണറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ വെള്ളത്തിന് സൗകര്യം കുഴൽ കിണറാണ്. ഇതാ ഇനി അല്ല, നിങ്ങൾക്ക് ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. 4, 5 കോല് കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. ഇവിടെ ഈ ഷെഡ് പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിണർ കുഴിക്കാം. നല്ല വെള്ളം ഓപ്പൺ കിണർ കുഴിക്കാന്നുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ തൊട്ടതൊക്കെ കിണറാണ് കേട്ടോ. തൊട്ട സ്ഥലത്ത് തറട്ട കേട്ടോ, അവിടെയൊക്കെ കിണറാണ്. അപ്പൊ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഷെയ്ഡൊക്കെ ഒന്ന് കാണാം. ഇതാ ഇതാണ് നമ്മുടെ അതിര്. ഈ വരമ്പ് കേട്ടോ, ഇതാണ് നമ്മുടെ അതിര്. ഇതാ വീടൊന്ന് കാണിച്ചു കൊടുത്ത. ഈ ബാക്ക് സൈഡ്, ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്ത. നല്ല വീട്. 14 ലക്ഷം റുപ്യക്ക് ലാഭമാണ് കേട്ടോ. മേടിക്കുന്നവർക്ക് ലാഭമാണ്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മേടിക്കുന്നതിന് നല്ല ലാഭം തന്നെയാണ്. യാതൊരു സംശയമില്ല. ഇതാ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു തെങ്ങ് കേട്ടോ. നമുക്ക് താമസിക്കുന്നവർക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരു തെങ്ങ് ഇതിലുണ്ട് കേട്ടോ. ദ ബാക്ക് സൈഡ്. മുകളിൽ നമുക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇരുമ്പിന്റെ കഴുക്കോല് പട്ടിക്ക് ഇട്ടിട്ടാണ് മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം അടിപൊളി. താഴെ വാർപ്പ് കേട്ടോ. അപ്പൊ ഉള്ളൊക്കെ ഒന്ന് പോയി കാണാം. അതേപോലെ തന്നെ കോമ്പൗണ്ട് വളരെ കറക്റ്റാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മതില് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വീടിന്റെ മെറ്റ് ആണെങ്കിലോ ഇവിടെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഷീറ്റ് ഇറക്കുകൊണ്ട് നമുക്ക് ഇതുണ്ടോ തുണി തോലിടാൻ കാര്യങ്ങൾക്കൊക്കെ, അലക്ക് തുണി കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഇനി പ്രവേശിക്കാം. അപ്പൊ നിങ്ങൾ പുറമൊക്കെ ഒന്ന് കാണി കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചെറിയ വീടിന്റെ ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ. സിറ്റ് ഔട്ട് ചെറുത് എന്ന് പറഞ്ഞാൽ പോലെ ഒരു 3-4 പേർക്കൊക്കെ ഇരിക്കാനുള്ള സംവിധാനത്തിൽ നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഉള്ള വീടാണ്.
അപ്പൊ ഞാൻ ഇതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വഴിപ്പാറ. വഴിപ്പാറ എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങാടിപ്പുറത്ത് നിന്ന് നമ്മൾ കോട്ടക്കലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ തിരൂർക്കാട്ടത്തേക്ക് 2 കിലോമീറ്റർ ആണ് ദൂരം. അപ്പൊ പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഇവിടുന്ന് കിലോമീറ്റർ വരിക ഒരു 7-8 കിലോമീറ്റർ ആണ്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ഹാളാണ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഹാള്. മോൾ ഭാഗം കാണിച്ചു കൊടുക്കുക. നല്ല വൃത്തിയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ ഹാളിൽ. കേട്ടോ, ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം. കേട്ടോ, ഇവിടെ നല്ല സൗകര്യത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഒരു കട്ടിലും ഒരു അലമാര കെട്ടിട്ട് പിന്നെയും സ്ഥലം ബാക്കിയാണ് കേട്ടോ. 2 ചെറിയ മക്കൾക്ക് പന്തളിക്കുള്ള സ്ഥലമുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്കത് പോയി വെക്കാം. അതിന്റെ പുറമെ കാരണം എന്താ പറയുക, ചിലപ്പോൾ കിച്ചൺ മറക്കും കാണിച്ചാൽ ചില വീഡിയോയിൽ അങ്ങനെ വരാറുണ്ട്. അപ്പൊ കിച്ചൺ കാണാം, ഒരേ ട്രിപ്പിലാണ് പോവുക. ഇതാണ് കിച്ചൺ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചൺ, നല്ല സൗകര്യം ഉണ്ട് അവിടെയൊക്കെ ഉണ്ടോ. ഇത്രയും സ്പേസ് ഉണ്ട്. സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങുന്നുണ്ട് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വർക്ക് ഏരിയ, മറ്റു സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാം, ഫ്രിഡ്ജ് വെക്കാൻ, കാര്യങ്ങളൊക്കെ വെക്കാൻ ഇവിടെ സ്പേസ് വേറെ ഉണ്ട് കണ്ടില്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇവിടെയും ടൈൽസ് ഒക്കെ തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ അടുക്കള ഭാഗം നമ്മൾ കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം മുകളിലേക്ക്. അങ്ങനെ വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ 2 ബെഡ്റൂമാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ സുഖമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ കയറി മേലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഹാള്, മേലെ കയറി കഴിഞ്ഞാൽ ഹാള് കേട്ടോ. മേലെ ഒരു ഹാള്. ഈ ഹാളിൽ നിന്നാണ് നമുക്ക് 2 ബെഡ്റൂമിലേക്ക് പോകുന്നത് കേട്ടോ. ഈ റൂം എന്ന് കാണിച്ചു കൊടുത്താൽ നല്ല വലിയ റൂം തന്നെയാണ്. ഒരു കട്ടിൽ ഒരു അലമാര കെട്ടിട്ട് പിന്നെ സ്പേസ് ബാക്കിയാണ് കേട്ടോ. ഇവിടെയാണ് ഇരുമ്പിന്റെ കഴുക്കോലും പട്ടി കിട്ടുന്നത് കാരണം മുകളിൽ കേട്ടാ. അല്ല സൂപ്പർ വീടാണ് കണ്ടേ, ഇരുമ്പിന്റെ ആണ്. അപ്പൊ എന്താ ചൂടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട് ഒരു കോമൺ ബാത്റൂം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ. ഇരുമ്പിന്റെ കഴുക്കോലും പട്ടി കിട്ടിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലോ. അപ്പൊ നല്ല സ്ട്രോങ്ങിലാണ് അല്ലേ. 14 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി പറഞ്ഞുതരാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, നിങ്ങൾ വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു, എല്ലാം കണ്ടു. നിറയെ വീടുകളാണ് കേട്ടോ. ഇവിടെ 5ഉം 10ഉം 8ഉം സെന്റ് സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ വഴിപ്പാറ ടൗണിൽ നമുക്കൊരു 700 മീറ്ററാണ് ദൂരം. എല്ലാ വാഹനത്തിനും വരാം. അതുപോലെ തന്നെ തിരൂർക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ദൂരം. സ്കൂള്, പള്ളി, മദ്രസ, മറ്റുള്ള സൗകര്യങ്ങൾ, അമ്പലം, അങ്ങാടിപ്പുറം അമ്പലം ഇവിടെ അടുത്താണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഈ വീടിന് പറയുന്ന വിലയാണ് വെറും 14 ലക്ഷം രൂപ. ഞാൻ ആദ്യം തന്നെ വില പറഞ്ഞു കഴിച്ചു. കാരണം എന്താ, ചെറിയ ചെറിയ പാർട്ടികൾക്ക് എടുക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പർച്ചേസിംഗ് ലോൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തുതരാം. കിട്ടുകയാണെങ്കിൽ, കാരണം ഗവൺമെന്റ് ഓഫീസർമാർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു 10 ലക്ഷമൊക്കെ പർച്ചേസിംഗ് ലോൺ കിട്ടാൻ ഗവൺമെന്റ് ഓഫീസർമാർക്ക്, കാരണം സാലറി കാണിച്ചുകൊണ്ടിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ എന്നോട് അങ്ങനത്തെ വീടുകൾ ആവശ്യപ്പെട്ടു. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഈ ചാനൽ കൂടെ ഒരു കാര്യം കൂടെ അറിയിക്കുകയാണ് നിങ്ങളെ. നമുക്ക് 13-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് നമ്മൾ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരും. അത് പട്ടാമ്പിയാണ്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്, ടൗണിന്റെ അടുത്താണ്, പുഴയുടെ വക്കത്താണ് കേട്ടോ. അപ്പൊ ഈ പുഴയുടെ വക്കത്തൊക്കെ ആകുമ്പോൾ റിസോർട്ടിന്, വീടിന് ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ്. വളരെ വില കുറവുള്ളതാണ്. പുഴയുടെ വക്കത്താണ്, ടൗണിന്റെ പരിസരത്താണ്, പട്ടാമ്പി ടൗണിന്റെ പരിസരത്താണ്. ഇൻഷാ അല്ലാഹ് അത് 13-ാം തീയതി ശനിയാഴ്ചയാണ് വരിക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലപ്പോ സെന്റ് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇല്ല, അത്രയൊന്നുമില്ല. വളരെ വില കമ്മിയായിട്ടുള്ള 23 സെന്റ് സ്ഥലം, നല്ല ഫ്രണ്ടേജോട് കൂടി 2ഓ 3ഓ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. പുഴയുടെ വക്കത്താണ്, നല്ല കുളിർമയുള്ള സ്ഥലമാണ്. അത് ഇൻഷാ അല്ലാഹ് 13-ാം തീയതി നമ്മുടെ ചാനൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അതും കൂടെ ഇതിൽ കൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിൽ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ ചാനലിൽ ഇടണമെങ്കിൽ നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേർഡ് കമന്റ് ഒക്കെ വരുന്നുണ്ട്. അവർക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം എന്താ പറയുക, നമുക്കറിയാം നമ്മൾ ഇടുന്ന പോസ്റ്റ് എങ്ങത്താണ്, സ്ഥലം എങ്ങത്താണ്, അവിടെ എന്താ മാർക്കറ്റ്, എന്താ റേറ്റ് എന്നുള്ളത്. കാരണം ഈ ബിസിനസ് തുടങ്ങിയിട്ട് 10-22 വർഷക്കാലമായി, ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ ഭാഗത്ത് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അതിന്റെ കമാൻഡുകൾ ഒരാൾ തന്നെ 6ഉം 7ഉം കമാൻഡ് പല രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കില്ല. ഇതുവരെ കൊടുത്ത മറുപടിയൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രജകള് അല്ലെങ്കിൽ ചാനൽ കാണുന്ന എൻ്റെ ആളുകൾ അവർക്ക് നേരിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ആർക്കും മറുപടി കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇത് കാണുന്നവർക്ക് തന്നെ അറിയാം ആ കമന്റ് വായിക്കുമ്പോൾ ഇത് എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ അവരെന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇടുന്ന പോസ്റ്റ് പറഞ്ഞാൽ വളരെ വില കുറവും വളരെ നല്ല സ്ഥലങ്ങളും നോക്കിയിട്ട് മാത്രമേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അതും കൂടെ അറിയിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഹബീബിങ്ങൾ ഇത് കാണണം. കാരണം നമ്മൾ പെരുന്തൽമണ്ണ ഓഫീസ് തുറന്നു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഒട്ടനവധി വീടുകൾ ഇനി ചെറുതും വലുതുമായിട്ട് വരാണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, കുടുംബത്തിലേക്ക്, മറ്റുള്ളതിലേക്ക്, എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും, അതേമാതിരി ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലേക്കും, പ്രവാസികളുടെ ഗ്രൂപ്പിലേക്കും പ്രത്യേകിച്ച് ഷെയർ ചെയ്യണം. കാരണം പ്രത്യേകിച്ച് പ്രവാസികൾ ഇങ്ങനെ ചെറിയൊരു വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. സാധാരണ അവിടെ ജോലി ചെയ്യുന്ന ആമലുകൾ ഉണ്ടാവും, ലേബർ ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായ വീടാണ്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങൾക്കും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഅസ്സലാമ.